ഏവർക്കും വിശുദ്ധ ഇതിഹാസങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ മതിലുകളുടെ ഇതിഹാസ ചരിത്രങ്ങൾ തേടിയുള്ള ഈ യാത്രയിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എറണാകുളം കലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഏറെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള സെന്റ് ആന്റണീസ് ദേവാലയത്തെക്കുറിച്ചാണ്. ഈ ദേവാലയ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് വിശുദ്ധ അന്തോനീസിനെ കുറിച്ചുകൂടി അറിയേണ്ടതുണ്ട്. മധ്യകാലഘട്ടത്തിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായിരുന്നു പാദുവായിലെ വിശുദ്ധ അന്തോനി. അദ്ദേഹം ജന്മന പോർച്ചുഗീസുകാരൻ ആയിരുന്നെങ്കിലും ഇറ്റാലിയൻ പട്ടണമായ പാദുവായിലെ മഹത്തായ അത്ഭുത പ്രവൃത്തികൾക്കും ശക്തമായ പ്രസംഗങ്ങൾക്കും പ്രശസ്തനായി. അതിനാൽ പാദുവായിലെ വിശുദ്ധ അന്തോനി എന്ന പേര് ലഭിച്ചു. പാദുവ എന്ന പേര് അവിടെ താമസിച്ചിരുന്ന വിശുദ്ധ അന്തോനിയുമായി ബന്ധപ്പെട്ടു. അവിടെയുള്ള ആളുകളെ ദൈവത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചതുപോലെ കലൂരും അതിൻ്റെ പര്യായമായി. 1915 വിശുദ്ധ അന്തോനീസിൻ്റെ പേരിലുള്ള ദേവാലയമായി സ്ഥാപിക്കപ്പെട്ട കലൂർ പള്ളി 1962 വിപുലീകരിക്കപ്പെട്ടു. ഇതിനിടയിൽ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുശേഷിപ്പ് കൊണ്ടുവന്നു. അന്നത്തെ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കേളന്തറയുടെ നേതൃത്വത്തിൽ നൊവേന പ്രാർത്ഥനയും ആരംഭിച്ചു. മെഴുകുതിരി പള്ളി, ചൊവ്വാഴ്ച പള്ളി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന കലൂർ പള്ളി സെന്റ് ആന്റണിയുടെ നാമധേയത്തിലുള്ള പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ്. എല്ലാ ചൊവ്വാഴ്ചയിലും നടത്തപ്പെടുന്ന വിശുദ്ധന്റെ നൊവേനയിൽ പങ്കെടുത്ത് അനുഗ്രഹീതരാകുന്നതിനു വേണ്ടി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്. വിശുദ്ധ അന്തോനീസിന്റെ അത്ഭുതങ്ങൾ അനവധിയാണ്. കേരളത്തിലെ പ്രശസ്തമായ പള്ളികളിൽ ഒന്നായ കലൂരിലെ സെന്റ് ആന്റണീസ് റോമൻ കത്തോലിക്ക ലാറ്റിൻ ദേവാലയം തീർത്ഥാടകർക്കിടയിൽ പാദുവയ്ക്ക് ശേഷം 2ാം സ്ഥാനത്താണ്. വിശ്വാസികൾക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകുന്ന ഏറെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. മരിച്ച മണ്ണോട് ചേർന്ന് 30 വർഷങ്ങൾക്കപ്പുറം കല്ലറ തുറന്നപ്പോൾ ആ നാവ് മാത്രം അഴുകാതെ കാണപ്പെട്ടു. പറഞ്ഞ വാക്കുകൾ പോലെ ആ നാവും അങ്ങനെ അനശ്വരമായി. സ്വർണ്ണനാവുകാരനായ പാദുവായിലെ വിശുദ്ധ അന്തോനീസ്. കേൾവിക്കാരില്ലാത്ത ഒരു ദിവസം കടലിലെ മത്സ്യങ്ങൾ പോലും കേൾവിക്കാരായി എന്നത് ചരിത്രം. നഷ്ടപ്പെട്ടതൊക്കെ കണ്ടെത്താനാകാതെ വിഷമിക്കുമ്പോൾ എൻ്റെ അന്തോനീസ് പുണ്യാള ഒന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു തിരിയുമ്പോൾ പരതിയിടത്ത് തന്നെ അവ കണ്ടെത്തുന്ന വിസ്മയമാണ് വിശുദ്ധ അന്തോനീസ് പുണ്യാളനെ പ്രിയങ്കരനാക്കിയത്. മരിച്ച് ഒരാണ്ട് തികയുന്നതിന് മുൻപ് പുണ്യാളനായ ചുരുക്കം പേരിൽ ഒരാളാണ്. പഠിപ്പിച്ച മനോഹരമായ പാഠങ്ങളിൽ ഒന്ന് ഇതാണ്: നിന്റെ വാക്കുകൾ പ്രബോധിപ്പിക്കുകയും പ്രവൃത്തികൾ സംസാരിക്കുകയും ചെയ്യട്ടെ. വിശുദ്ധനോടുള്ള പ്രാർത്ഥനയിൽ നോവുണർത്തുന്ന ഓർമ്മകളിൽ നിന്ന് നടുക്കടലിൽ അകപ്പെട്ടതുപോലെ ജീവിതത്തിൽ ഓരോ പരാധീനതകൾ വന്നുകൂടുമ്പോൾ ശാന്തസുന്ദരമായ ഈ ദേവാലയ ചുമരുകൾക്കുള്ളിൽ നിന്ന് പുത്തൻ പ്രതീക്ഷകളുമായി വീണ്ടും ജീവിതത്തിലെ തിരക്കുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് വിശ്വാസികൾ. അവർക്ക് പ്രതീക്ഷയുടെ തിരുനാളമായി ഈ ദേവാലയം ഇവിടെ ഈ നഗരത്തിരക്കിൽ ദേവാലയ വാതായനങ്ങൾ തുറന്ന് ഒരുപാട് തലമുറകളുടെ സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കുമൊക്കെ നിശബ്ദ സാക്ഷിയായി വരും കാലങ്ങളിലേക്കുമുള്ള ചരിത്രമായി ഇവിടെയുണ്ട്. വീണ്ടും ഒരു വിശുദ്ധ ഇതിഹാസ ചരിത്രവുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ് ജിസ്മി മോൾ.